ഹലോ കൂട്ടുകാരെ, പുതിയതായിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്ന പലരും ഈ ചാനൽ കാണുന്നുണ്ട്, ഈ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ട്. അവർക്കുള്ള ഒരു മെസ്സേജാണിത്. ആക്ച്വലി ഇത് ഗൈഡഡ് മെസ്സേജാണ്. അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എന്തെന്നറിയാത്ത പേടി കാണും, ആങ്സൈറ്റി ഇഷ്യൂസ് കാണും, ഡിപ്രഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഹാബിറ്റ്സിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരാം, അല്ലെങ്കിൽ കഴിക്കാൻ തോന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് കഴിക്കുമായിരിക്കാം. സ്ലീപ്പിംഗ് പാറ്റേൺസ് ചേഞ്ച് ആവും. നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ലോകം, നമ്മളുടേതെന്ന് വിശ്വസിച്ചിരുന്ന ആ ലോകത്തിൽ നിന്നും ടോട്ടലായിട്ടും മാറിയ ഒരു പുതിയൊരു ലോകത്തിലേക്ക് നമ്മൾ വരികയാണ്. അതായത് ഒരു 3D ലൈഫിൽ നിന്നും ഒരു നമ്മളുടെ സോളിനെ കണ്ടെത്താനുള്ള ഒരു യാത്ര. അപ്പം ഉള്ള എക്സിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഉള്ള കാര്യങ്ങളിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഡിവൈനായിട്ട് കൊണ്ടുവരാം നമ്മളിൽ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു സ്പിരിച്വൽ ജേർണിയാണ്. ഒരു പക്ഷേ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ളതും ചാലഞ്ചിങ് ആയിട്ടുള്ളതുമായ ഒരു ജേർണിയാണിത്. ഇത് പേടിപ്പിക്കാനായിട്ട് പറയുന്നതല്ല. അത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പല മെസ്സേജുകൾ കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് കിട്ടിയിട്ടുണ്ട്. മെഡിറ്റേഷനൊക്കെ 1 പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, മതിയാകുമോ എന്നുള്ളത്. ഇവിടെ ക്ലിയറായിട്ട് മനസ്സിലാക്കുക, ഇത് കുറേ വർഷങ്ങൾ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു തപസ്സാണ്. അപ്പോൾ ഈ തപസ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആ സ്റ്റേജിൽ അറിയാൻ പറ്റില്ല, ഇനിഷ്യൽ അവേക്കനിങ് സ്റ്റേജിൽ. ഇവിടെ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പവർ, അത് ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് ദൈവവുമായിക്കോട്ടെ, ആ പവറിനെ വിശ്വസിക്കുക. കാരണം ഈ ജേർണി എന്ന് പറയുന്നത് ഡിവൈനായിട്ട് തന്ന ഒരു ജേർണിയാണ്. നമ്മൾ ചൂസൺ വൺസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മളെ ചൂസ് ചെയ്തതെന്നുള്ളതും അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതായത് നമ്മുടെ സോളിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവിടെ വരെ എത്തിക്കേണ്ട ഒരു കടമയും ആ ദൈവത്തിൻ്റേതാണ്, ആ വിശ്വസിക്കുന്ന പവറിൻ്റേതാണ്. ആദ്യം നമ്മൾ അവിടെ വിശ്വസിക്കുക. നമ്മളുടെ ചുറ്റും കുറേയധികം മാറ്റങ്ങളും വരാം. അത് സാഹചര്യങ്ങൾ മാറാം, ആൾക്കാർ മാറാം, ജോലി മാറാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ ഈ ജേർണിയുടെ ഭാഗമാണ്. നമ്മൾക്ക് ഇനിയും ബെറ്ററായിട്ടുള്ള ഒരു കാര്യം വരാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നതെന്നും മനസ്സിലാക്കുക. അതിൽ കൂടുതൽ പേടിക്കാതിരിക്കുക. പിന്നെ നിങ്ങളൊക്കെ വീഡിയോസിൽ കണ്ടിരിക്കാം ഇന്നർ വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇന്നർ വർക്ക് എന്താണെന്ന് പോലും മനസ്സിലാകാത്തവരും കാണും ഈ കൂട്ടത്തിൽ. ഇനിഷ്യലി ഒരു അവേക്കനിങ്ങിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മാർഗങ്ങളാണ്. അതെന്തുമാകാം. അതിപ്പം ഒരു സിലബസായിട്ട് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്യാതിരുന്നാലും നമ്മൾ ഈ പെയിനിൽ തന്നെ ജീവിക്കേണ്ടി വരും. അത് കൂടുതൽ പെയിൻ കൂടുകയേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നർ വർക്ക് എന്തൊക്കെയാണ്? നിങ്ങൾ ഇനീഷ്യലായിട്ട് ഒത്തിരി ചാനലുകൾ കാണുന്നവരായിരിക്കും. ഏകദേശം എല്ലാ ചാനലുകളിലും ഇന്നർ വർക്ക് എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിലും ഒരു 3 വീഡിയോസും ഒരു മിറർ എക്സസൈസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് റെസൊനേറ്റ് ആവുന്നത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നർ വർക്കിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം നമ്മൾ ആദ്യമേ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട് കാണും, കോൺസെൻട്രേഷൻ കിട്ടില്ല, മൈൻഡായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റിൽ, ഇടയ്ക്കൊരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. രാവിലെ ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ കൂടുതലായിട്ട് തോന്നുമ്പോഴും ഇടയ്ക്ക് ഒരു 5 മിനിറ്റ്. നമ്മൾ ഈവൻ ഒരു ഓഫീസിലാണെങ്കിൽ പോലും നമുക്ക് 5 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കാവുന്നതല്ലേ, അല്ലേ? അങ്ങനെ ആ ഒരു 5 മിനിറ്റ് നമ്മുടെ മെഡിറ്റേഷനായിട്ട് വിനിയോഗിക്കുക. ആദ്യമൊക്കെ നമുക്ക് പേർജിങ് നടക്കും, ആ സമയത്തൊക്കെയും കരച്ചിൽ വരും. എന്ത് വന്നാലും എക്സ്പ്രസ് ചെയ്ത് കളയുക. ചുറ്റും ആൾക്കാരുണ്ട്, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ആ പേർജിങ്ങിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല. അതായത് ആ ഒരു ക്ലിയറൻസ്
നടക്കില്ല നമ്മളുടെ സോൾ ലെവലിൽ. പിന്നെ കുറേയധികം കടിച്ചാൽ പൊട്ടാത്ത പദങ്ങളായിരിക്കും നിങ്ങൾ ഈ ജേർണിയിലേക്ക് വരുമ്പോൾ കേൾക്കുന്നത്. അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന്, DNA ആക്ടിവേഷൻ ഹീലിംഗ്, DNA ഹീലിംഗ്, ആൻസിസ്റ്റർ ഹീലിംഗ്, ഇങ്ങനെ പല പല പദങ്ങളായിരിക്കും. അതൊക്കെ കേട്ട് പേടിക്കരുത്. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇന്നർ വർക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഒന്ന്. രണ്ടാമത്തെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യുക. അതല്ലാതെ ഒന്ന് നടക്കാൻ പോകാവുന്നതാണ്, അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ഈ പോകുന്ന സമയത്ത് ദയവ് ചെയ്ത് മൊബൈൽ ഉപയോഗിക്കരുത്. അതല്ലാതെ പ്രകൃതിയിലേക്ക് നോക്കുക. പ്രകൃതിയോട് ഒത്തുചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഹീലിംഗ് കൂടുതലായിട്ട് കിട്ടും. കാരണം നേച്ചറാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത്. ഇതല്ലാതെ വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആകാശത്തേക്ക് നോക്കി സംസാരിക്കാവുന്നതാണ്. ഈ ഒരു അവേക്കനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതലായിട്ട് പറയാനുള്ളത്. അതായത് ഒരു ബ്ലെയിമിങ്ങിൻ്റെ എനർജി കാണും, ഗിൽട്ടിൻ്റെ എനർജി കാണും, എന്ത് തന്നെ ആയിക്കോട്ടെ. നമുക്ക് പറയാൻ ഒരാളില്ല എന്ന വിഷമം വേണ്ട. ചന്ദ്രഭഗവാനെ നമ്മളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് കണ്ട് നമുക്ക് ഇതൊക്കെയും പറയാം. ആകാശത്തേക്ക് നോക്കി ഇതൊക്കെ പറയുന്നത് നമുക്ക് വളരെയധികം ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതല്ലാതെ നമുക്ക് വീടിൻ്റെ അടുത്ത് കുളമോ റിവറോ നദിയോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് നേരം ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് നടക്കാവുന്നതാണ്. അതും നമുക്ക് നന്നായിട്ടൊരു ഹീലിംഗ് തരുന്നതാണ്. കടലൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂണിൻ്റെ സമയത്ത് കടലിൽ കുളിക്കുന്നതും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് പവർ തരുന്നതാണ്. പിന്നെ വന്നിട്ട് ചെടികളൊക്കെ നടുന്നത്, അല്ലെങ്കിൽ ചെടികളെ സംരക്ഷിക്കുന്നത്, മണ്ണിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് ഭൂമിദേവിയായിട്ട് ഹീലിംഗ് തരുന്നതിന് ഉപകാരപ്രദമാണ്. ഇങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ അടുത്ത് മെഡിറ്റേഷൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനിയും കുറച്ചുകൂടെ സമയം കൂട്ടണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇന്നർ വോയിസ് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ കംപ്ലീറ്റ് ആവാൻ പോകുന്ന ഒരു പ്രോസസ്സല്ല. കുറേ നാൾ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു പ്രോസസ്സാണ്. ഒന്നിനെയും കൺട്രോൾ ചെയ്യാതിരിക്കുക. കാരണം ഇത് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. സറണ്ടർ ചെയ്യുക. ഈ വേദനയൊക്കെയും താങ്ങാനുള്ള ഒരു കരുത്ത് നമ്മളുടെ സോളിനുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും നമ്മളുടെ ഏഞ്ചൽസും സ്പിരിറ്റ് ഗൈഡ്സും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുക. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെയും ഉപകാരപ്രദമാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ഇതേ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാവുന്നതാണ് കൂടുതൽ ഇൻഫർമേഷനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.